ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചെട്ടിനാടാണ്. ഒരു സൗത്ത് ഇന്ത്യൻ ഫേവറേറ്റ് ആണ്. ഇതിനു വേണ്ടി 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല കഴുകി ഡ്രെയിൻ ചെയ്ത് നല്ല വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞളും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് നമ്മൾ ഇതൊരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കളക്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതിവിടെ മാരിനേറ്റ് ചെയ്യാൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുപ്പത്ത് ഒരു ചെറിയ ചട്ടി ചൂടാക്കിയിട്ട് നമ്മൾ കുറച്ച് സ്പൈസസ് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാൻ പോവാണ്. അതിനു വേണ്ടി ഇവിടെ ആവശ്യമുള്ളത് 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടീസ്പൂണിനേക്കാളും ശകലം കൂടുതൽ നല്ല ജീരകം, 8 ഗ്രാമ്പു, 5 ഏലക്ക, ഒരു 5-6 കുരുമുളക്, 4 കാഷ്യൂ നട്ട്സ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഡ്രൈ ആയിട്ടുള്ള ഗ്രേറ്റഡ് കോക്കനട്ട് ആണ് അത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ കുറച്ച് 2 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാൻ പോകണം. തീരെ കളറ് മാറരുത്. ആ ഒരു നല്ലൊരു സ്പൈസസിൻ്റെ ഒക്കെ ഒരു മണം കിട്ടിയാൽ മതി. ഇതിലേക്ക് ഇനി ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട്, അത് ഞാൻ ഇപ്പം ചേർക്കാം. അപ്പോൾ നേരത്തെ ഞാൻ ആഡ് ചെയ്യാൻ മറന്നത് 2 ചെറിയ കഷ്ണം കറുകപ്പട്ടയാണ്, സിനമൺ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും കളറ് മാറാണ്ട് നോക്കണം. പക്ഷെ ആ ഒരു നല്ല ഒരു മൂത്ത മണം വരണം. ആ നല്ല ജീരകം, ഏലക്ക, അതിൻ്റെ ഒക്കെ ഒരു മണം ഒന്ന് ചെറുതായി കിട്ടി തുടങ്ങണം. ഇപ്പം എനിക്ക് മണം കിട്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ തീ ഓഫാക്കാം. ഇത് നമ്മൾ ഇനി ഒരു ചെറിയ മിക്സിയിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്ക് ഈ ചെറിയ മിക്സി ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പൈസസ് പൊടിച്ചിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഞാനൊരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ളത് 2 സവാള ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതാദ്യം ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടൊമാറ്റോ, ഒരുവിധം വലിയ ടൊമാറ്റോസാണ്, നല്ല പഴുത്ത നല്ല ഫേം ആയിട്ടുള്ള ടൊമാറ്റോസ്, ഇത് ചോപ്പ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായി വഴറ്റി കൊടുക്കണം. നമുക്ക് ആ ടൊമാറ്റോസൊക്കെ ഒന്ന് ഉടഞ്ഞ് അതിലേക്ക് ചേർന്ന് കൂടണം. ഇപ്പം നമ്മുടെ ടൊമാറ്റോസ് ഉടഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഒരുവിധം മുഴുവൻ ഉടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനിയും നമ്മൾ ഇത് വഴറ്റിയാൽ ബ്രൗൺ കളറായി തുടങ്ങും, അത് വേണ്ട. ഈ കളറാണ് നമുക്ക് നമ്മുടെ പാകം. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടികൾ അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ മസാലപ്പൊടിയുടെ കൂടെ നമുക്ക് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്.
അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി പോലത്തെ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. കളറും കുറച്ച് കൂടുതലുണ്ടാവും. ഇതില്ലെങ്കിൽ നമ്മുടെ സാധാരണ മുളക് പൊടി യൂസ് ചെയ്താൽ മതി. ഇനി നമുക്കിത് രണ്ടും കൂടി ഈ പൊടികളും ആ പേസ്റ്റും ഇട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ പൊടിയും കൂടി ചേർത്ത് അരച്ചെടുത്തതാണിത്. ഇനി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പാൻ തന്നെ അടുപ്പത്ത് വെച്ച് ഇതിൽ 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് ചൂടാക്കാൻ പോവുകയാണ്. ഓയിൽ ഒരുപാട് ചൂടാവണതിന് മുമ്പ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഒരുപാട് ചൂടായതിന് ശേഷം ഇതിട്ടാൽ നന്നായി പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് നമ്മൾ ചൂടായി വരുമ്പോൾ തന്നെ ഇത് ചേർക്കുന്നത്. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 കറിവേല ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. ഞാൻ 1-2 കഷ്ണമായി ആക്കിയത്. ഇപ്പം ഞാൻ തീ കുറച്ച് വെച്ചേക്കാണ്, കാരണം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കളറ് മാറിപ്പോകരുത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഒരു പിടി കറിവേപ്പില. ഈ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇപ്പം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ തീ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിരുന്ന കാരണം ഒരു മീഡിയം ഫ്ലെയിം ആയിരുന്നു. ഇപ്പോൾ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. അതിൻ്റെ ആ കളറ് ഇതുപോലെ ഈ പിങ്ക് കളറിൽ നിന്ന് ഇതുപോലെ വൈറ്റ് കളറായി എല്ലാ പീസസും ഒന്നും മാറണ വരെ. അപ്പോൾ ആ പിങ്ക് കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഫ്രൈ ആവണ്ട. എല്ലായിടത്തും ആ വൈറ്റ് കളറൊന്നും ചിക്കനും വൈറ്റ് കളർ പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഈ മസാല ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ സ്റ്റേജിലാണ് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാൻ പോകുന്നത്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളറ് പോരാന്ന് തോന്നിയാൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാറുണ്ട്. പക്ഷേ എരി നോക്കിയിട്ട് വേണം. 1 ടീസ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി പിന്നെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം. അപ്പോൾ ഇപ്പം നമ്മുടെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. കളറൊക്കെ പാകത്തിനായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച മിക്സിയിൽ ഞാൻ 250 മില്ലി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ മെഷറിംഗ് കപ്പ് അറിയാലോ, 1 കപ്പ് 240 ml കപ്പാണ്. ഞാൻ 250 മില്ലിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് ഒഴിക്കാൻ പോവുകയാണ്. അത് മസാലയുടെ എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം ചേർക്കാവൂ. ഇപ്പോൾ നമുക്ക് ഉപ്പ് പാകത്തിന് ചേർക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഇനി ഒരു 1/2 ടീസ്പൂണും കൂടി ചേർക്കണുള്ളൂ ഞാൻ.
അത് പോരാന്ന് വരണമെങ്കിൽ പിന്നെ ചേർക്കാം. ഇതൊരു മീഡിയം സ്പൈസി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കുരുമുളകും ഒക്കെ ചേർക്കണ കാരണം അത്യാവശ്യം എരിവുണ്ട്. ഇനി നല്ല എരിവാണെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കാം. അപ്പോൾ ആ മുളക് പൊടിയുടെ നല്ല കളറും കൂടി കിട്ടും. അപ്പം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മൂടി വെക്കാം. എന്നിട്ട് 10 മിനിറ്റ് ചെറിയ തീയിൽ ഇതൊന്ന് കുക്ക് ചെയ്യണം. ടൈമർ വെക്കാം. ഒരു 10 മുതൽ 20 മിനിറ്റ് ആ വെള്ളമൊക്കെ നന്നായി വറ്റി ഒരു തിക്ക് ഗ്രേവി ആവണ വരെ. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് പോരാന്ന് തോന്നിയ കാരണം കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ഇതുപോലെ ഒരു ഡ്രൈ ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു കളറും ആയിട്ടുണ്ട്. ആ കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റണില്ല. നല്ലൊരു കളറാണ്. ഈ ഒരു ഡ്രൈ ഗ്രേവിയാണ് നമുക്ക് ഈ ചിക്കൻ ചെട്ടിനാടിന് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വേഗം കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചെട്ടിനാട് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇടണം. കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സ്പൈസി ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു ഡിഷാണ് ചിക്കൻ ചെട്ടിനാട് ഡ്രൈ ഗ്രേവി ഉള്ളത്. അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്രഷ് സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണത്. അപ്പോൾ ഇത് നല്ല ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ വെറും നമ്മൾ പരിപ്പും ചോറും ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂലേ? ട്രൈ ചെയ്തിട്ട് പറയണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.